ഹലോ, ഞാൻ കൈലാസ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് ഞാനും എൻ്റെ ഫ്രണ്ടിൻ്റെ ചിലവായിട്ട് റാമൻ കഴിക്കാൻ പോവുകയാണ്. പാരീസിൽ കൊടാവരി റാമൻ എന്ന് പറയുന്ന ഫേമസ് റാമൻ ഷോപ്പുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകം മൊത്തം സാധാരണ ഒരു ഫിഷ് മാർക്കറ്റ് പോലെയാണ് അവർ ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ നമുക്ക് അകത്ത് കയറി ഡൈനിങ് എക്സ്പീരിയൻസ് വന്നാൽ ഒരു ഫിഷ് മാർക്കറ്റിൽ ഇരുന്ന് ഫുഡ് കഴിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരിക്കണം. അങ്ങനെയാണ് നമ്മൾ ഫോട്ടോ ഒക്കെ കണ്ടിരിക്കുന്നത്. അപ്പോൾ പോയി നോക്കിയാണ്. ഞാനും എൻ്റെ ഫ്രണ്ടിൻ്റെ ചിലവായിട്ട് പോവുകയാണ്. അപ്പോൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. വീണ്ടും പോവാം. ഇതാണ് പാരീസ്. നമ്മൾ നിൽക്കുന്നത് പാരീസ് 3-ലാണ്. റിപ്പബ്ലിക് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ നിന്ന് നമ്മൾ മെട്രോ എടുത്ത് മെട്രോ 4 അല്ലെങ്കിൽ മെട്രോ 5 എടുത്ത് നമ്മൾ പോവുകയാണ്. ആ 2 മെട്രോയും ആ സ്ഥലത്തെത്തും. റിപ്പബ്ലിക്ക് ഒരു വലിയൊരു പ്രതിമയുണ്ട് ഇവിടെ. മെട്രോയിലോട്ട് കയറുകയാണ്. ഇതാണ് എൻ്റെ നവിഗോ പാസ്. ടാപ്പ് ചെയ്ത് അകത്ത് കയറി. ഇപ്പം നമ്മൾ പോകുന്ന റോഡ് നേരെ പോയാൽ ലൂവർ മ്യൂസിയമാണ്. മൊണാലിസയുടെ ലൂവർ മ്യൂസിയം. ഇവിടെ വേറെ റെസ്റ്റോറൻ്റൊക്കെ ഉണ്ട്. പുറത്ത് ഭയങ്കര ക്യൂ. ഇവിടെ കുറച്ച് ഫേമസ് റെസ്റ്റോറൻ്റൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഈ പുറത്തേക്കുന്ന ആളെല്ലാം അകത്ത് ഡൈനിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇത് റിഷെല്യൂ എന്ന് പറയുന്ന സ്ഥലമാണ്. റിപ്പബ്ലിക്കിൽ നിന്ന് നമ്മൾ റിഷെല്യൂവിൽ വന്ന്. ഇപ്പം ഞങ്ങൾ പോകുന്ന റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓൺലൈനായിട്ട് അവരുടെ വെബ്സൈറ്റിൽ കയറി ബുക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. ഇപ്പോൾ സമയം ഇവിടെ 6:20 നമുക്ക് ഡൈനിങ് കിട്ടിയിരിക്കുന്ന സമയം 6:56. ഇപ്പോൾ നമ്മൾ നേരിട്ട് പോയാൽ കഴിക്കാൻ പറ്റും. പക്ഷേ നേരിട്ട് പോയാൽ ഒരു 50 മിനിറ്റ് വെയിറ്റിംഗ് ടൈം പറയും. അത്രയും നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അത്രയും തിരക്കാണ്. പുറത്തൊക്കെ ഭയങ്കര ആളായിരിക്കും ആ റെസ്റ്റോറൻറ്റ്. നമ്മൾ ഒരിക്കൽ പോയിട്ടുണ്ട്. ഒരിക്കൽ പോയപ്പോൾ അങ്ങനെ പുറത്ത് വെയിറ്റ് ചെയ്യേണ്ടി വന്ന് 50 മിനിറ്റ് വെയിറ്റ് ചെയ്യണമെന്ന് അവർ പറഞ്ഞ്. അതുകൊണ്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോയി. ഇത്തവണ അവർ പറഞ്ഞ പോലെ നമ്മൾ ബുക്ക് ചെയ്തിട്ട് പോവുകയാണ്. ഞങ്ങളിതാ റാമൻ ഷോപ്പിൻ്റെ അവിടെ എത്തി. ഈ കാണുന്ന ആൾക്കാരെല്ലാം അവിടെ കയറാൻ വേണ്ടി ക്യൂ നിൽക്കുന്നതാണ്. ഇതാണ് റാമൻ ഷോപ്പ്. ഇതുവരെ അകത്ത് കയറാൻ പറ്റി. ഞങ്ങളിതാ ഇവിടെ ക്യൂവിൽ നിൽക്കുകയാണ്. ക്യൂവിൽ നിൽക്കുമ്പം അപ്പോൾ നമുക്ക് മെനു ഒക്കെ കൊണ്ടുവരും. മെനു കാണിച്ചു തരാം ഞാൻ. അവിടെ ക്ലാസിക് മെനു നമ്മളെടുക്കാൻ പോകുന്ന അവരുടെ ക്ലാസിക് ഡിഷ് ഇതാണ്. സർദീൻ ചോയ റാമൻ. ഇത് മത്തി മീൻ റാമേനാണ്. ഞാൻ പറയാൻ പറഞ്ഞെങ്കിൽ മത്തി വെച്ചുണ്ടാക്കിയ റാമൻ വാങ്ങിക്കാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഓക്കെ, സർദീൻ റാമൻ. മീനിൻ്റെ റാമേനായതുകൊണ്ട് ഷോപ്പും അവർ മീൻ മാർക്കറ്റ് പോലെ ചെയ്തു വെച്ചിട്ടുണ്ട്. നമുക്കിനി ഒരു 14-15 മിനിറ്റും കൂടെ നിൽക്കണം. ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ആൾ വന്ന് പറഞ്ഞതെന്ന് പറഞ്ഞാൽ റിസർവേഷൻ ഇല്ലാതെ വന്നാൽ 2 മണിക്കൂർ വരെ വെയിറ്റിംഗ് ഉണ്ടെന്നാണ്. ഓക്കെ, ഇതാ നമ്മൾ അകത്ത് കയറി. മാർക്കറ്റിൻ്റെ അല്ല, ഇത് റെസ്റ്റോറൻ്റ് ആണ്. റാമൻ റെസ്റ്റോറൻറ്റ്. Thank you. Order and pay, it's only here. Okay. And if you want to go to the toilet, you go there. Thank you. അങ്ങനെ കവറൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. പിന്നതാ ബേസ് ബോർഡ്, അതിൻ്റെ അകത്ത് മീൻ പോലെ എല്ലാം ഒറിജിനലല്ല. കറക്റ്റ് ഫിഷ് മാർക്കറ്റ്. ഫ്ലോർ ആയാലും റെസ്റ്റോറൻറ്റ് ഫ്ലോറാണ്. ഇതാ ഡ്രെയിനേജ് വാട്ടർ ഒഴുകണം. ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കല്ല് പാകിയ ഇത് തറ രസമുണ്ട്. മേളിലെല്ലാം കവറെല്ലാം തൂക്കിയിട്ടിരിക്കുന്നത്. ഗ്ലൗസ് നല്ല നല്ല മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് അവർ. അവിടെ മീൻ കട്ട് ചെയ്യുന്നവർ ഇടുന്ന ഗ്ലൗസുകൾ. റൂഫിലായാലും നമ്മൾ ഈ ട്രേയിലും മീൻ വയ്ക്കുന്ന തണുത്ത ഈ കണ്ടെയ്നർ ഉണ്ടല്ലോ, തെർമോകോൾ വെച്ചുള്ള ആ കണ്ടെയ്നറുകളും എല്ലാം ഉണ്ട് ഇവിടെ. കിച്ചണിൽ ഭയങ്കര ആവി, ഫുൾ ആവി. അകത്ത് നമ്മളിപ്പോൾ ടേബിളിൻ്റെ അവിടെ ഇരിക്കുകയാണ്. ചോപ്പ് സ്റ്റിക്സ് ഉണ്ട്, പിന്നെ വലിയൊരു സ്പൂണും ഒരു ഗ്ലാസ്സും ഉണ്ട്. വെള്ളം തരും.
കിച്ചൻ്റെ അടുത്തായതുകൊണ്ട് നല്ല മണമുണ്ട്. നല്ല മീനിൻ്റെ മണമുണ്ട്. മത്തിമീൻ റാമേൻ എത്തിയിട്ടുണ്ട്. വിത്ത് ഈ മുട്ടയുടെ പേര് ടമാഗോ, ഹാഫ് ബോയിൽഡ് എഗ്. അവരെ സോസിലൊക്കെ ഇട്ടേക്ക്. ചെറിയൊരു കുടുപ്പുണ്ട്. കൊള്ളാം. ഇനിയാണ് യുദ്ധം. ചോപ്പ് സ്റ്റിക്ക് വെച്ചുള്ള യുദ്ധം. എങ്ങനെ കൊള്ളാം. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതൊക്കെ ഞാൻ മിക്കവാറും ഛർദി. മത്തി മീൻ കൊള്ളാം. മീനിന് അതിൻ്റെ പച്ച രുചിയുണ്ട്. നമുക്ക് മണം കിട്ടുന്ന രുചിയുണ്ട്. നൂഡിൽസിൻ്റെ കാര്യം ഇതിൻ്റെ സോസല്ല, ഇതിൻ്റെ സൂപ്പ് കുടിക്കാനുള്ള. നല്ല കൊഴുപ്പുണ്ട്. പിന്നെ ഇതിൽ ബീഫിൻ്റെ എന്തോ ഉണ്ട്. ബീഫല്ല, പോർക്കിൻ്റെ ഒരു സ്ലൈസ് ഇട്ടിട്ടുണ്ട് അവർ. പോർക്കിൻ്റെ ഒരു സ്ലൈസ് ഉണ്ട്. ഇതാണ് പോർക്കിൻ്റെ സ്ലൈസ്. ഇപ്പതാ എല്ലാം മിക്സ് ചെയ്ത് അങ്ങനെ കഴിച്ച് കഴിഞ്ഞ് നമുക്ക് 33 യൂറോ ആയി. ക്ലാസിക് റാമൻ 14 യൂറോയും പിന്നെ ടൊമാറ്റോ മുട്ടയ്ക്ക് 2.5 യൂറോ വെച്ച്. ഞങ്ങളിതാ കഴിച്ചിട്ടിറങ്ങി. ഫുഡ് അടിപൊളിയായി. നമുക്ക് രണ്ടുപേർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ട്. ഇനി നേരെ വീട്ടിലോട്ടാണ് പോണേ. ഇപ്പോൾ സമയം 7:45. നമ്മളൊരു 7 മണിക്ക് കയറിയാണ്. 3/4 മണിക്കൂർ ഡൈനിങ് എക്സ്പീരിയൻസ്. കൊള്ളായിരുന്നു, അടിപൊളിയായിരുന്നു. ശരി, ഓക്കെ, ബൈ.